ഏർലി ലേബർ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നേ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെലിവറിക്ക് മുന്നേ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു ക്യാരി ബാഗാണ്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പുറത്ത് പോകുമ്പോൾ ക്യാരി ചെയ്യാൻ മാത്രമല്ല, ഇതിൽ കിടത്തി കഴിഞ്ഞാൽ വാവ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു ആ ഒരു ചൂട് കൊണ്ട്. സോ ഇത് ഞാൻ കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു യെല്ലോ കളറിൽ സീബ്ര പ്രിൻ്റൊക്കെ വരുന്നതാണ്. കാണാൻ നല്ല ക്യൂട്ടാണ്, അതുപോലെ തന്നെ യൂസ്ഫുള്ളാണ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു മോസ്കിറ്റോ ബെഡാണ്. അതെനിക്ക് ആദ്യം അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല. കാരണം യൂസ്ഫുള്ളാണ്, പക്ഷേ എൻ്റെ ബേബി അതിലധികം കിടക്കാറില്ലാത്തത് കൊണ്ട് ഞാൻ കരുതി ഇത് വേസ്റ്റ് ഓഫ് മണി ആയിരിക്കുമെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പോൾ അവനിതിൽ കിടക്കാൻ തുടങ്ങി. മൊസ്കിറ്റോസൊക്കെ അധികമുള്ള വീടാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പില്ലോയും കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ പില്ലോ നമ്മളധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ തല അതിൽ വയ്ക്കുമ്പം അത്ര കംഫർട്ടബിൾ ആണെന്ന് തോന്നിയില്ല. അതുകൊണ്ട് അത് അത്ര യൂസ് ചെയ്തില്ല. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കളറിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ വാങ്ങിച്ചതാണ്. ബേബി ഹഗ് എന്നാണ് കേട്ടോ നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഒരു 3-4 ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നതായി ഒരു ടൈപ്പ് ഡ്രസ്സസാണ് നമ്മൾ വാങ്ങിയത്. ഇത് കെട്ടുന്നതായതുകൊണ്ട് തന്നെ ന്യൂ ബോൺസിനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരധികം ബുദ്ധിമുട്ടിക്കാതെ നമുക്കിത് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതായി ഒരു ബോക്സാണ്. പക്ഷേ ഇത് ഞാൻ ബേബി ഹഗ് എന്നല്ല, ഒരു ഫെയറിന് പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ്. ബേബീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ നമുക്കിതിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. വൈറ്റ് ക്ലോത്ത്സും ഡയപ്പേഴ്സും ഷീറ്റ്സും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ബോക്സാണ്. പിന്നെ ഇതാ ഈ 3 ഷീറ്റ്സാണ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നത്. നല്ല ക്യൂട്ട് കളേഴ്സാണ്. ആൻഡ് ഇത് നമുക്ക് യൂസ്ഫുള്ളാണ്. കാരണം അത് നമ്മൾ ഷീറ്റ് വിരിച്ചിട്ട് അതിൽ ബേബീസിനെ കിടത്തി കഴിഞ്ഞാൽ അധികം വെറ്റാവാതെ നമുക്ക് കുറേ സമയം ഒരു ഷീറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ന്യൂ ബോൺസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ 3 ഷീറ്റ്സാണ്. പിന്നെ ഫൈനലി ഞാൻ ഈ 2 ടർക്കീസാണ് വാങ്ങിയിട്ടുണ്ടായത്. ഡെലിവറിക്ക് ശേഷം നമുക്ക് അവിടെ നിന്ന് ടർക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുന്നേ 2 എണ്ണം മാത്രമേ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യം വരുമോ എന്ന് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായത്.